വിളിക്കണേ. വിളിക്കണോന്ന് പറയാം. എനിക്കറിയത്തില്ല, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. നീ പൊക്കെ. പോയടി അരിപ്പാത്രത്തിലുണ്ട് ഒരു റെഡ് കുക്കറുണ്ട്. അതാ ഷാമ്പു അടി കൊള്ളും കേട്ടോ, ആവശ്യമില്ലാത്തതൊക്കെ എടുത്താ. സിംബാടെ കൂട് മാറ്റി, അവനെ ഭയങ്കര അലമ്പ്. പോയി കഴിഞ്ഞ് ചാടിപ്പോവാ, അഴിച്ചു വിടുമ്പോൾ തന്നെ ഇറങ്ങി ഒരു പോക്ക് പോയിട്ട് പിന്നെ തോന്നുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടാക്കി ഫുൾ സെറ്റപ്പ്. ഇല്ല, വന്നില്ല, ഇപ്പം വരും. നാരായണ വിളിക്കാൻ പോയി. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നാരായണ ഇറങ്ങിപ്പോയ കണ്ടില്ലടി നീ? ആ വന്നു വന്നു. ജയന്തിയടി അങ്ങോട്ടൊന്നും ഇല്ല. ഷാമ്പു പോയി. നാളെ തൊട്ട് ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി. കയറി വിഷയമില്ല. ചെറിയ ചേട്ടനെ കാണും വിളിച്ചാൽ മതി കേട്ടോ. ഇന്നിപ്പം വണ്ടിയില്ലല്ലോ. നല്ല വെയില. ഇന്ന് മെമ്പർ വന്നായിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പം ഇതുകൊണ്ട് തരാൻ വേണ്ടി, ഇതുകൊണ്ട് തരാൻ വേണ്ടി. അല്ല അത് തന്നെ ഊർജിത നികുതി പിരിവ് എന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ ചോദിച്ചു ഇന്നലെ എന്നായിട്ട് അതുകൊണ്ട് പരിപാടിയായിരുന്നു. പറഞ്ഞില്ല, അവര് പ്രസിഡന്റിനെ വിളിച്ചായിരുന്നു പറഞ്ഞു. പറഞ്ഞായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. പ്രസിഡന്റിനെ അവർ വിളിച്ചു, അപ്പം പറഞ്ഞായിരുന്നു, അറിഞ്ഞായിരുന്നു പറഞ്ഞു. എന്തോ ഒന്നും അറിയത്തില്ല. അപ്പം പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞാണ്. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞായിരുന്നു എല്ലാ കാര്യം എന്ന് വെച്ചപ്പോൾ ഞാൻ പറയുന്ന കാര്യം മെമ്പറിന്റെ 5-ാം വാർഡാന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്നാ ചെയ്യുന്നത്? അപ്പം അതുവരെ പറഞ്ഞോ? രാവിലെ പണിക്ക് പോകുകയാണ്. ഇന്ന് അതിനിടയ്ക്ക് ബലി കിടണം. ബലി ഇട്ടിട്ട് വേണം ഇന്ന് പോകാൻ. വൈകിട്ട് ഇറങ്ങാൻ നേരത്തൊന്ന് വിളിക്കണം ഞാൻ. ഇത് വെള്ളിയാഴ്ച ആണെങ്കിൽ കൊച്ചിനുള്ളത് ഇപ്പം മേടിക്കണ്ട. മറ്റേ പടുത കിട്ടുവാണെങ്കിലേ, മഴയൊക്കെ പെയ്ത് തന്നെ ചോദിച്ച് പടുത കിട്ടുവാണെങ്കിൽ മേടിക്കേ. ഓരോ ദിവസവും ഓരോ തിരക്ക് കാരണം ഒരു രക്ഷയില്ല.
ഉണങ്ങിക്കരിഞ്ഞ് വെള്ളത്തിൻ്റെ പ്രശ്നം ഇനി എത്ര നാൾ തുടരും? പായസം വെച്ചിട്ട് കടും പായസം. കടും പായസോ? അമ്പലത്തിലാ? വെള്ളപ്പായസം, പാൽപ്പായസം, അമ്പലത്തിൽ നിന്നോ? മതിയപ്പായസം, പാൽപ്പായസം വെച്ചിട്ടുണ്ട്. കുറെ ദിവസമായി പാൽപ്പായസം കഴിയുണ്ട്. കഴിഞ്ഞ ദിവസമല്ലേ പാൽപ്പായസം കഴിച്ചേ? അമ്മ അതുകൊണ്ടല്ല റാഗിയുടെ മറ്റേ ഇതൊന്നും ഇങ്ങനെ ഉണ്ടാടാ. അമ്മ അമ്മ വലിയ പായസം കൊണ്ട് അമ്മ എനിക്കിഷ്ടം. അമ്മ എന്നാടാ കുട്ടനെ ഇങ്ങോട്ട് വന്നോ? വന്നോളൂ. ആ കടും പായസം ഒന്നുമില്ല, എനിക്ക് അമ്പലത്തിൽ പോകണം. നീ ഇതേ സമയം എത്രയാണെന്നറിയാം? നോക്ക്, 7:05. എടി എനിക്ക് അമ്പലത്തിൽ പോകണം, അതാ പറഞ്ഞത്. നീ ആദ്യം ഒന്ന് കഴിക്ക്. ഇനി സമയം ഞാൻ പറയണോ? നിനക്ക് പോകണ്ട സ്കൂളില്? ഇനി അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല, അപ്പോൾ നേരത്തെ കയറണം. സമയമില്ലാഞ്ഞുകൊണ്ട് പോവാം. ശ്യാമ വന്നേ. എടി ഗൂഗിള് പറഞ്ഞു, നീ കേട്ടില്ലേ? ആ ഗൂഗിള് പറഞ്ഞ കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഇപ്പൊ ചോദിക്കുന്നേ? കഴിച്ചാ പിന്നെ അവളാ? ആ ഒന്ന് വരാവോ? സമയം എത്രയാന്നറിയാവോ? പൈസ എടുത്തോടെ വെച്ചേക്കുന്നേ? വൈകിട്ട് ബ്രേക്ക്ഫാസ്റ്റോ? അത് രാവിലെ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ്? വൈകിട്ട് വരുമ്പോഴേ അട തന്നെ ഉള്ളൂ. അടയുണ്ട്, ചോറുണ്ട്. ബായോ രാവിലെ വൈകിട്ട് വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? എടി മോനെ, ഒന്ന് ചോറുണ്ടാവും, അടയുണ്ടാവും, എന്തേലുമൊക്കെ ഉണ്ടാവും. ഒന്ന് പോകാവോ? താഴെ എത്തുമ്പോഴേക്കുവേ ആ ടവലെടുത്ത് ആ മൂക്കൊന്ന് തുടയ്ക്കണേ അവളെ, കേട്ടോ?
ടവലെടുത്ത് മൂക്ക് ഉടയ്ക്കണേ. സോക്സ് നോക്കിക്കേ. സോക്സ് നോക്കിക്കേടി മോനെ, വലത്തെ കാലയിലെ കാണിച്ചു വെച്ചേക്കുന്നത്. ടാറ്റാ ടാറ്റാ, പോയിട്ട് വാ. ആ, അമ്മ അമ്പലത്തിൽ പോവും. പായസം ഇല്ലടാ മുത്തേ. ഇനി പതവാ പായസം ഉണ്ടെങ്കിൽ തന്നെ 6 മണിയാകുമ്പോൾ പായസം വലിച്ചു പോവും. അമ്പലത്തിൽ പോകണേ അന്നേരം പറയും എനിക്ക് പായസം വേണമെന്ന്. അവിടെ വിചാരം അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം പായസം കിട്ടുമെന്ന. നീ അവിടെ ഇരുന്നു കേട്ടോ. പുതിയ സ്ഥലം എങ്ങനെ ഉണ്ട് നിൻ്റെ? അവിടെ കയറി ഇരുന്നോ. അവിടെ ഇരുന്നേ. ആ, അവിടെ എടാ നീ എന്നാ ഈ കാണിക്കുന്നേ? പൊക്കോ എണീറ്റ്. നിനക്കൊന്നും ഈ ബസ് കിട്ടത്തില്ല. ചിലപ്പോൾ കിട്ടത്തില്ല. ഇന്ന് കിട്ടിയല്ലേ? മറ്റേ വണ്ടി വരാൻ നോക്കി നിൽക്കിയല്ലേ? ഇതുണ്ടെങ്കിലും നീ കയറി തരില്ലേ ഇതല്ലേ? അല്ല, ഒരു പെട്ടെന്ന് ഇറങ്ങി പോവാ സ്റ്റാൻഡിൽ നിന്ന്. ഈ അല്ലിനാണെങ്കിൽ ഏത് സ്റ്റാൻഡിൽ ഇങ്ങനെ വരുമ്പോൾ ഫ്രണ്ട് ഏതെങ്കിലും വണ്ടി KSRTC അങ്ങനെ ഏതെങ്കിലും അവരെന്തെങ്കിലും പെട്ടെന്നാണെങ്കിൽ ഒരു ഡോർ കൊടുക്കത്തില്ല. ഇത് തരുമ്പോൾ ആ വണ്ടി പെട്ടെന്ന് ഇറങ്ങി. അമ്പലം വരെ ഒന്ന് പോവാം. ഇവിടുത്തെ പാർത്ഥസാരഥി അമ്പലമല്ല, ചോറ്റി അമ്പലം, ശിവക്ഷേത്രം. അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. സിംബ എന്തി? എൻ്റെ ഭഗവാനെ, കോഴി നിൽക്കുന്ന കണ്ടോ? ശോ, ചാടി എല്ലാം കൂടെ പോലോ. പോയി 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 എൻ്റെ മോനെ. ആ പോയി പോയി. ശോ 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 ശോ. പിന്നെ ഇന്ന് ഞാൻ ഒന്ന് ദൈവമേ കറി എന്തോ ചെയ്യുമെന്ന് നോക്കിക്കോണേ. ആ സിംഹ എന്നത്തിനാണ് ഇവിടെ നിർത്തിയേക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തി അത്? ഇനിയിപ്പോൾ ഇതെന്നാ ചെയ്യുന്ന നോക്കിയേ. ഇവിടെ കയറ്റി വെച്ചാ ഇവിടെ കയറി കഴിക്കുന്നതുകൊണ്ട് ഇവിടെ കയറ്റി വെച്ച്. ഇപ്പം അതിനെ കൂട്ടിടാനൊന്നും സമയമില്ല. ആ, നീ ഇവിടെ നിന്നോ കേട്ടോ. നീ ഇവിടെ നിന്നോ. നീ എന്നാ കാര്യത്തിൽ നിൽക്കുന്ന എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. നിനക്ക് ഇവിടെ നിന്ന് അവിടം വരെ അയറ്റി തന്നത് എന്നത്തിനാ? വലിയോണ്ട് അവിടം വരെ പോവല്ലോ. കോഴി കയറി നീ കണ്ടില്ലേ? കാല് പട്ടി നിന്നാച്ചാൽ മതി അങ്ങോട്ട്. അതിന് മാത്രം അറിയാം, അത് മാത്രം അറിയാം. അവിടെ ഒന്ന് കേട്ടോ, കറിക്കാത്ത ആൾക്കാർ കയറിക്കോട്ടെ. അവിടെ നിന്നാൽ മതി ഇങ്ങനെ നോക്കി കേട്ടല്ലോ. എന്നാ ചെയ്യുന്ന ഇവിടെ ഇതിലൊക്കെ വന്നിട്ട് പാർത്ഥസാരഥിയുടെ അടുത്ത് കയറാതെ എങ്ങനെ പോകുന്നേ? ഇവിടെ കയറി തൊഴുതിട്ട് പോകാം.
അങ്ങനെ പാർത്ഥസാരഥിയുടെ അടുത്ത് കയറി ഇപ്പം ശിവക്ഷേത്രത്തിൽ പോകണം. ചോറ്റി ഇവിടുത്തെ മൃഗാശുപത്രി, ഹോമിയോ ഡിസ്പെൻസറി. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ ഇറങ്ങണം. ഭഗവാനെ പ്രസ്തുനാക്കിയിട്ടവിഭക്യ കൂട്ടിടം വിധൗ പശ്യമൂർത്തിയും ദയാവിധനായ മുക്രമായി തത്വജ്ഞാന എടുക്കാവോ? പറ. ഞങ്ങൾ ചോറ്റമ്പലത്തിൽ വന്നേക്കണോ? എന്നാ വേണ്ടത്? വർഷം വേണം. മീര അന്ന് കിട്ടിയപ്പോ നിന്ന മീരേനെ കിട്ടുന്നേ. അല്ല, മീരേനെ അന്നാ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അന്ന് പോയപ്പോ കിട്ടതാ, പിന്നെ ഇപ്പഴാ കിട്ടുന്നത്. മീനെ കൊണ്ടുവിടാൻ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്നു മീനുവിന്റെ അനിയത്തി. അങ്ങനെ പറയണം. കമ്മല് സൂപ്പറല്ലേ? സരസ്വതിയാ? അകത്തെ ചെടിയുണ്ട്. നാളെ എൻ്റെ യാത്ര വരും. 2-3 ദിവസം കഴിഞ്ഞ വർഷയുടെ എടുത്തേ. വർഷയുടെ അല്ലേ? അത് പാക്ക് ചെയ്യാം നമുക്ക്. വീഡിയോ എടുക്കണം അവിടെ നിന്ന്. രവിചേട്ടൻ മറന്നുപോയോ? ജസ്റ്റ് ഒന്ന് ശരിച്ച് അങ്ങനെ അങ്ങനെ നൈസ്. വെമ്പിള്ളാർ പറഞ്ഞാണ് ചെറിയ ഓണക്കുഴിയാണ്. പോണോ? അമ്മ എന്തേ? അമ്മച്ചി വന്നില്ല. പിന്നെ അമ്മ കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഇറങ്ങിയപ്പം വന്നോന്നാ ഞാൻ ചോദിച്ചു. തന്നെ വന്നു? പിള്ളേർ സ്കൂൾ പിന്നെ ആണോ തന്നെ വന്നേ? യൂട്യൂബിൽ വരുമോ? രാജൻചേട്ടൻ്റെ മോൾ ഇന്നലെ വന്നായിരുന്നു വീട്ടിൽ. അപ്പം എങ്ങോട്ടൊന്നും ബസ്സിലുണ്ടായിരുന്നു. ആണോ? ഓക്കെ. യൂട്യൂബിൽ ഒരു കൊണ്ടടി ഇതുണ്ടല്ലേ? ഇതാ ഓണാ ഇങ്ങനെ വെച്ചാൽ കാണത്തില്ല. ഹലോ എടി അമ്പലത്തില, ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാവേ. മീര വരുവോ? വിശക്കുന്നു. ആ, കാല് മുന്നോട്ട് വെച്ച്. അതെ, സാരി ഈ കയ്യിൽ നോക്കിക്കേ. ഒത്തിരി ശരിയല്ല. ഒരു 60 ഡിഗ്രി വാദം. ഇവിടെ ഇങ്ങനെ സ്റ്റഡി ആയിരുന്നു. എന്ത് കുഴപ്പമുള്ളത് കയ്യൊക്കെ ഇട്ട് അനക്കുവോ വേണം. ഓക്കെ. ബ്ലറായേ. സന്ധ്യയുടെ അവൻ കിട്ടുക പോയി മേടിക്കണേ. പുതിയ നിയമം വന്നു. സാധനം കൂവളം. 10 ദിവസം ഉത്സവം അവിടെ.
ശിവരാത്രിയോടുകൂടി അത് അവസാനിക്കാൻ തോന്നും. ചെറുപ്പം മുതലേ ഞങ്ങൾ ഈ അമ്പലത്തിലാണ് ശിവരാത്രി, അത് എവിടെയൊക്കെ താമസിച്ചെന്ന് പറഞ്ഞാലും ഈ അമ്പലത്തിലാണ് ശിവരാത്രി ആഘോഷിക്കാൻ വരുന്നത്. പകൽ കാവടി ഒക്കെ കൂടി, പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഗാനമേളയായിരിക്കും, ബാലയായിരിക്കും, നാടകമായിരിക്കും, ഇതൊക്കെ കൂടി ചിലപ്പോൾ നേരം വെളുക്കുമ്പോഴായിരിക്കും വീട്ടിൽ പോവുക, അല്ലെങ്കിൽ രാത്രി തന്നെയൊക്കെ പോകും. അവിടെയാണ് ഫോട്ടോഷൂട്ടിൻ്റെ അളമ്പാണ്. എടുത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ? എന്നാ ഫുൾ സൈസ് നോർമലിൽ എടുത്തേ, ഞാൻ ഫിൽറ്റർ ഇട്ടോ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ചോദിച്ചമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ, ഫോട്ടോഷൂട്ട്. ഇതിലുണ്ടായിരുന്നു പറഞ്ഞേ. ഹലോ ഗായ്സ്. അതെ, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറിക്ക്. വെട്ടമില്ലേ മുഖത്തുണ്ടല്ലോ, അതിൻ്റെ ഷാഡോ വരുന്നുണ്ട്. അവിടെ നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. ചന്ദനത്തെ ഇങ്ങനെ കൈ വെക്കും. സാരി പിടിച്ചേ, ഇങ്ങനെ അല്ല ഇങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കില്ലേ? ജസ്റ്റ് ഒന്ന് കുനിഞ്ഞാൽ മതി. ഇങ്ങനെയോ? കുനിഞ്ഞ അവത്തോട് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ആ, ഒത്തിരി കുനിയല്ലേ, ഈ സാധനം ഒന്നും വരൂല. ഒത്തിരി കുനിയാതെ വരൂലേ? ജസ്റ്റ് നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഒത്തിരി കുനിയരുത്. പക്ഷെ എനിക്ക് മറ്റേ അല്ല അങ്ങോട്ടൊക്കെ നോക്കിക്കുന്നേ, എന്താ പറയാൻ. എൻ്റെ സാരി എടുത്തൊരു ഫുൾ സൈസ് എടുത്തു തൊഴുതിട്ട് വരാം. അവിടെ തൊഴുതില്ലെന്ന് എനിക്കിഷ്ടപ്പെട്ടു. ആണോ? ആ, അവൾ പണ്ട് ഇവിടെ സർപ്പക്കാവിനോടെ പാമ്പിനെ കണ്ടെന്നോ, അത് പിന്നെ അവൾ തൊഴാൻ പോകത്തില്ല. പാമ്പിനെ കണ്ടോണ്ട് നല്ലതല്ലേ? അത് സർപ്പക്കാവിൻ്റെ അവിടെ ഞാനെപ്പോൾ കാവ്യ വന്നാലും നോക്കും പാമ്പുണ്ടോ. സർപ്പക്കാവ് എൻ്റെ അമ്മേ, എന്ത് കുളവാ. ആഹാ, ഈ കുളം ഇങ്ങനെ ആക്കിയോ? കൊള്ളാം, അടിപൊളി. നല്ലതമ്മയുടെ ചുരിദാറ് നേരെ കാണിച്ചേ. ഇവൾക്കും കൂടെ ഇതില്ല, അവള് തയ്ക്കുന്നെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടോ കളറ്? ഇറുക്കമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ശരിയാ. ആ, നിനക്ക് ഇച്ചിരി ഇറുക്കോ. അല്ല ഇത് എത്ര അടി സെറ്റ് ആണോ? കൊള്ളാട്ടോ.
ഷാള് കൊള്ളാലോ. പ്ലെയിൻ ആയിട്ടുള്ള അടിപൊളി. ഈ കളർ നിനക്കില്ലല്ലോ. നല്ല കളറത്. ആ കഴുത്ത് കൊള്ളാം കേട്ടോ. ഏത് ലെൻസൊക്കെ ഞാൻ 11 എടുത്തത്. ഇങ്ങനെ കുറവ് വരുന്നുണ്ടോ? ഇല്ലമ്മേ പോവാ. കൊച്ചവിടെ വന്നേ. അവനെ വിളിച്ച്. ഏതാ അത് ഒരു സൈഡിൽ ഇട്ടാ മതി, അല്ലെങ്കിൽ ആ വർക്ക് അങ്ങനെ ഉണ്ടാവത്തില്ല. ഇത് മതി, അഴിച്ചു വിട്. കളിക്കുക. പക്ഷെ പാൻറ് അങ്ങനെ കാണിച്ചേ അത് മതി. പിന്നെ ചുരിദാർ അല്ല, പക്ഷേ ഇത് ലിപ്സ്റ്റിക്ക്. ഓക്കെ, നാളെ വരുന്നുണ്ടെങ്കിൽ വിളിക്കാം. നല്ല വൈകിട്ട്. അമ്മ പോവാണേ. നാളെ വരാം. നാളെ എന്നാ ശനിയാഴ്ച അല്ലേ? നാളെ ആറാട്ട് വരുന്നേ. നാളെ എത്ര മണിക്ക്? ആറാട്ട് വരുമ്പോ 11 ആവും. ആണോ? ചിറ്റടി നേരത്തെ വരണം. ചിറ്റടി എല്ലാം ബ്ലോക്ക് ആയിരിക്കും. ആ നേരത്തെ വരാം. വരുന്നുണ്ട്, ഞാൻ നേരത്തെ വന്നേക്കാം. ഞാനില്ല. ആ അവള് പോവാണേ. ആരാണെ അവിടെ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ചെല്ലണ ഓർത്ത, പക്ഷെ അവളവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉത്സവത്തിന് എഴുന്നള്ളിക്കുക താനേ അത്. ഇവിടെ കൃഷ്ണനുണ്ട്, ശിവനുണ്ട്, എല്ലാവരും വിഗ്രഹങ്ങളുമുണ്ട്. ഒരു ബുദ്ധനെ മേടിച്ചാലോ എന്നൊരു ആലോചന. പക്ഷെ ഒരു അന്യായ പൈസ പറയാം. 400 രൂപ. 150 രൂപയ്ക്ക് മേടിച്ചിട്ട് പോകണം. അപ്പോൾ അത് 100-150 രൂപയുടെ കേസുള്ളന്നേ. ആ ഇവിടെ ഗ്യാപ്പുള്ളേ ഗ്യാപ്പ് ഇത് കേൾക്കണോ? സിംബ അവിടെ നിൽക്കുന്നു. സിംബയുടെ മൂക്കിന് മുമ്പത്ത് കോഴി നിൽക്കുക. സിംബ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ അവിടെ നിന്ന് അലറി പറയുന്നുണ്ട്, സിംബാടാ കോഴി നിൽക്കുന്നു, കോഴി നിൽക്കുന്നെന്ന്. അവൻ എവിടാ മയൻഡാൻ? ദേ അവൻ്റെ മൂക്കിന് തുമ്പത്ത് കൂടെ കോഴി പോയാലും അവൻ ശ്രദ്ധിക്കത്തില്ല. കണ്ടോ? അപ്പോൾ സിംബ വന്നേ. എടാ കോഴി കയറിയെന്നാ. എടാ നീ അങ്ങോട്ട് പൊക്കെ, അവന് പറയുന്നുള്ളൂ. ഓടിക്കടാ കോഴീനെ. പോയടാ. എനിക്ക് വന്ന കോഴിയും സിംബയും കൂടെ എന്തോ ധാരണയിലെത്തിയോ എന്നൊരു സംശയമുണ്ട്. സിംബയും കോഴിയും കൂടെ ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നതാടി കാണുന്നതൊക്കെ? എടാ ഇത് എന്നതാടാ? നീ ഇനി കോഴിയെ പിടിച്ചില്ല, നിനക്ക് ഞാൻ തിന്നാൻ തരത്തില്ല ഇനിയൊന്നും. എടാ കോഴി കയറുന്ന നീ കണ്ടോ? ഓ ഇതാ സാധനം. ആ അത് കൊള്ളാലോ. ഞാൻ ഒരുപാട് കറുത്ത് പോയെന്ന്. ഒരുപാട് കറുത്തെന്നാണ് ഞാൻ വിചാരിച്ചേ. വെയിലൊക്കെ കണ്ടിട്ടേ എൻ്റെ അമ്മേ സൺസ്ക്രീൻ ഇല്ലെങ്കിൽ എന്തു ചെയ്തേനല്ലേ. അയ്യോ ഫാനടോ. 2 ദിവസമായിട്ട് ഇതാ അവസ്ഥ. പൊടി വരുന്നു. ബുക്ക് ചെയ്യട്ടെന്നോ? കൊച്ചിനെ വിളിച്ചോണ്ട് വാ. എടി മോനെ അവൾ എത്താറായെന്ന്. എൻ്റെ അമ്മോ എന്നാ ചൂടായിരുന്നറിയാമോ?
ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചൂട്. ശാംഭവിയൊക്കെ 4 മണിയൊക്കെ ആകുന്നതിന് മുന്നേ ബസ് കയറുന്നതാണ്. എൻ്റെ പൊന്നോ, ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞാണല്ലോ എൻ്റെ കൊച്ചു വരുന്നത് ഈ ചൂടത്ത്. ഒരുത്തൻ കണ്ട കിടക്കുന്നേ. ഡാ, കോഴി അതിലെ കൂടെ വരുന്നുണ്ട് കേട്ടോ. നീ അവിടെ കിടന്നോ, കാഴ്ച കണ്ടോണ്ട് കേട്ടോ. കോഴിയെ ഓടിച്ചോട്ട് പോകണം അങ്ങോട്ട് പോകുമ്പോഴേ. അകത്ത് കയറണ്ട, വെളിയിൽ നിന്നുണ്ട്. ഇവൻ എന്നത്തിനാടി ഇവനെ വളർത്തുന്നേ? പോവാ. സുന്ദരി, പൊന്നും കുടം എന്നാനോ സ്നാക്സ് കഴിച്ചിട്ട് വരുവാണല്ലോ എൻ്റെ പൊന്ന്. വെള്ളമോ? എന്നാ ഓട് വരുന്നോ? എന്തിനാ? നടന്നു വന്നപ്പോരെ? കേറി വന്ന ഉടനെ വെള്ളം കുടിക്കരുത്. നിന്റെ വെള്ളം തീർന്നോ? ഇരിക്ക, കുറച്ചേരം ഇരിക്ക. കുളിക്കുകയൊക്കെ ചെയ്യണം. വെള്ളം കിട്ടുന്നുണ്ടല്ലോ. വെള്ളം അതിലും പുള്ളി വെട്ടി വെച്ചിരിക്കുമല്ലോ. അറിയത്തില്ല. ഇതിലെയും വെള്ളം വരുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് പോകുന്നത്. അവനെ ആ ബസ്സൊക്കെ കയറ്റി വിട്ടു. ആ ബസ്സൊക്കെ കയറിപ്പോയാണ്. ഇന്ന് ഏതാണ്ട് പണി അവിടെ 1-2 ദിവസം കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തീരും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ കാണത്തുള്ളൂ. അപ്പോഴത്തേനുമാണ് ആ കുറുക്കോഴിയൊക്കെ കാണിച്ചു തരുന്നത് ആ ചേട്ടൻ. അതിലെ കൂടെ ഇച്ചിരി എളുപ്പം വരായിരുന്നു. ഇപ്പോഴാണ് പക്ഷേ വഴി കാണുന്നത്. സമയം പോയി, ചിലപ്പോൾ ബസ് പോകും. ഞാനാ
ഇങ്ങ് കയറില്ല, ഇവിടം വരെയല്ലേ ഉള്ളൂ. എടി അത് അവിടം വരെ ഇല്ല, ഇവിടം വരെ ഉള്ളെന്ന്. ഓടി ബസ് പോയില്ലെന്നാ തോന്നുന്നു. ഇപ്പം വരുമായിരിക്കും. പൊക്കോ പൊക്കോ, പാവമുണ്ടടി. സാധാരണയൊക്കെ കോഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി കയറും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കോഴി എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റിയാണ്. വേണ്ടിയിരിക്കുന്നു മരത്തിൻ്റെ മണ്ട അവിടെ ഇരിക്കുള്ളൂ. കൂടുണ്ട്, ഒരാൾ മാത്രമേ അതിനകത്തുണ്ട്. ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ നിന്ന്. ചിലത് അങ്ങതിൻ്റെ മണ്ട കയറിയിരിക്കുന്നതാണ് കണ്ടോ. എന്ത് ജന്മമാണോ നിങ്ങളുടെയൊക്കെ. കൂട്ടിക്കയറുണ്ടല്ലേ. ഇവിടെ നിന്ന് എങ്ങനെ ഉറങ്ങും? താഴെ പോകത്തില്ലേ? ഓരോരുത്തർക്കും ഓരോ ഇതാ, രസമുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ മനുഷ്യരുൾപ്പെടെ എല്ലാം വെറൈറ്റിയാണ്. ഇവിടെ എത്തിപ്പെടുന്ന എല്ലാം തന്നെ. നീയോട്ടൊരു കോള് വേണ്ട പൊക്കെ. ആഹാ, ഇത് താഴെ കിടപ്പുണ്ടല്ലോ തുണിയൊക്കെ. താഴെ കിടപ്പുണ്ട്. വിളക്കെടുത്താൻ സമയം പറഞ്ഞോടി. വിളക്ക് എടുത്താൻ പറഞ്ഞില്ല. നിന്റെ അല്ല, വിളക്കെടുത്താൻ പറഞ്ഞില്ല. എപ്പം ചോറോ? സിംബ നീ കൂടാണ് ചോറ് കഴിച്ചേ? കാണുന്നില്ലല്ലോ, പോയാൻ തോന്നുന്നു. 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തില്ല. 1 മിനിറ്റൊന്നും എടുത്തില്ല, 2 മിനിറ്റ് കൊണ്ട് മുമ്പ് അങ്ങാണ്ട് പോയി. എന്തോ ഭാഗ്യത്തിന് കിട്ടി. എന്താണ് ബലൂണൊക്കെ എന്താണ് ഇറങ്ങിയ? വലത്ത് പിടിച്ചോ. നേരെ പോട്ടെ അതന്നെ വലത്ത് പിടിച്ചാൽ നമ്മളെ. പുത്തമ്മണ്ടി വന്നു.
സ്ഥിരം വരുന്ന ഗുരുദേവിൻ്റെ പുതിയ വണ്ടിയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എല്ലാം മേടിച്ച് ഇച്ചിരി താമസിച്ചു. സിംബ നോക്കി നിൽക്കുന്നു. സിംബയ്ക്ക് മനസ്സിലായല്ലോ. വാ ഇറങ്ങി. ഇറങ്ങിയെന്നോ നിന്റെ ഈ പട്ടിക്കുഞ്ഞിനെ ഉണ്ടല്ലോ, ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ ഈ പട്ടിയുടെ മൂക്കിന് തുപ്പത്തോടെ കോഴി പോയിട്ടുണ്ടല്ലോ, ഒന്ന് മൈൻഡ് ചെയ്യണമല്ലോ. കണ്ടോ ഇതാ പരിപാടി. ഇത് ഭയങ്കര വള്ളി കേട്ടോ. ഒരു കാലമായിട്ട് പോയിട്ട് ആരാണ് ഇപ്പൊ വീടിനകത്ത് ഇരിക്കുന്നുണ്ടല്ലോ. എത്ര പെട്ടെന്ന് ചാടി വന്നേ. അയ്യോ 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 അതെന്നാ ഞങ്ങൾക്കില്ലേ കുഞ്ഞാ. തേണ്ട ഇവരെന്താ കുടിക്കുന്നു? ആ ഇത് കുടിക്കുന്നടി. ഇതൊക്കെ വേണോ? നമുക്ക് അങ്ങനെ കുടിക്കാൻ അറിയത്തില്ല മോനെ. തക്കാളിയാ മോനെ. എനിക്ക് തക്കാളി വെച്ച് സാമ്പാർ സാമ്പാർ വെച്ച് മുന്തിരിങ്ങ അങ്ങോട്ട് നോക്ക്. ഒരു പാത്രം നേരെ ശാംഭവി ശാംഭവി ഇത് ഒരു പാത്രം എടുത്തോണ്ട് വാ. ആ ബൗള്. അയ്യോ താടി. അതും പോയി ഇതും പോയി. എന്റെ കടല. എന്നത് ഇങ്ങനെ ചേച്ചിയുടെ പാത്രം അല്ലേ അമ്മയുടെ പാത്രം. ഇത് എന്റെ പാത്രം. അങ്ങോട്ട് നോക്ക്. ഇത് അവളുടെ പാത്രം, ഇത് ചേച്ചിയുടെ പാത്രം. അല്ല എനിക്ക് ആദ്യം അത് തന്നെ, എന്നിട്ട് അയ്യോ ഇതല്ല ഇത് എന്റെ. അത് ഇതൊന്നും ഇല്ല. കൊണ്ട് അതുപോലെ തന്നെ തിരിച്ചു വെക്കും. കടലയിൽ അയ്യോ ഇവക്ക് കൊടുത്തേക്ക്. ഇതാണോ പിന്നെ നീ എന്നാന്ന് വിചാരിച്ചേ? പല്ലു പോമോനെ അങ്ങനെ കട്ടിയാ. ഇച്ചിരി ഉണ്ട് വേണോ? നീ വേണം കുടിച്ചോ. ഓക്കെ